ഒരു മലയാളം പടം കാണാൻ ഇപ്പോൾ ഒരു ഹിന്ദിക്കാരൻ തയ്യാറാവുന്നതിൻ്റെ കാരണം എന്താണ് അല്ലേ? ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു നെയിം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കണ്ടെന്ന് വരും. സ്റ്റാർസ് ഉണ്ടാവുന്നല്ലോ, സ്റ്റാർസിനെ ഉണ്ടാക്കുന്നതല്ലേ. അതായത് ആ സമയത്ത് തന്നെ കറക്റ്റ് ഫ്ലഡ് വരുന്നു, ഈ ഡെഡ് ബോഡി ഇവർക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട്, അതെനിക്ക് പറയാൻ പറ്റില്ല. മരിച്ചു ഏതെങ്കിലും രീതിയിൽ ഇതൊന്ന് 10 പേര് അറിഞ്ഞിരുന്നെങ്കിൽ അത്രയ്ക്ക് ഡിസപ്പോയിന്റഡ് ആകും നമ്മൾ. ഈ പടം തീർന്നിട്ട് പടത്തെ കുറിച്ച് ആൾക്കാർ അറിയുന്നില്ല എന്ന് അറിയുമ്പോൾ നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി, ഇനി പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി എന്നാണ് പബ്ലിസിറ്റി പറയുന്നത്. വ്യവസായത്തെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. ഒരു ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ വ്യവസായത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. സിൽവർ ടൈംസിൽ നമുക്കൊപ്പം ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നടനും തിരക്കഥാകൃത്തുമായ പ്രശാന്ത് മുരളിയാണ്. നമസ്കാരം പ്രശാന്ത്. ഒരു നടൻ എന്നതിനൊപ്പം തന്നെ ഒരു എഴുത്തുകാരനും കൂടിയാണ് പ്രശാന്ത്. അപ്പോൾ എന്താണ്, ഒരു എഴുത്തുകാരൻ്റെ പെർസ്പെക്റ്റീവിലാണോ ഒരു സിനിമ ആദ്യമായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ ഒരു എഴുത്തുകാരൻ്റെ പെർസ്പെക്റ്റീവിലാണോ അത് കാണുന്നത്, അതോ ഒരു നടൻ്റെ പെർസ്പെക്റ്റീവിലാണോ കാണുന്നത്? അങ്ങനെയാണോ അത് സെലക്ട് ചെയ്യുന്നത്? എഴുത്തുകാരൻ എടുത്തു പറയുമ്പോൾ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് സിനിമയാവോ അല്ലെങ്കിൽ ഒന്നും ആയിട്ടില്ല. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സഫീർ എന്ന് പറഞ്ഞ ഒരാളും കൂടെ കൂടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എഴുതുമ്പം ഞാൻ കേരളനാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഇതെല്ലാം പഠിക്കണം. അഭിനയം, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, അങ്ങനെ എല്ലാ സെക്ഷനും പഠിച്ചിട്ടാണ് സെക്കൻഡ് ഇയർ തൊട്ടാണ് സ്പെഷ്യലൈസേഷൻ തുടങ്ങുന്നത്. അപ്പോൾ എഴുത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ബേസ് ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മളിപ്പോഴും ഞാൻ സഫീറും കൂടി ഇരിക്കുമ്പം ഈ ആളുകൾ പെർഫോം ചെയ്യുമ്പം ചില സീനുകൾ നമുക്ക് കൺവിൻസിങ് ആവാതെ പോകുന്ന പലപ്പോഴും പെർഫോമൻസിലാണ്. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് തോന്നുന്നു ആക്ടറായിട്ട് കുറച്ച് പടങ്ങളിൽ വർക്ക് ചെയ്തതുകൊണ്ട് കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാത്ത പക്ഷം മൊത്തത്തിലൊരു സിനിമ ഇപ്പോൾ ഒരു ഷോട്ടുകൾ എങ്ങനെ സീനാവുന്നു, സീനുകൾ എങ്ങനെ സീക്വൻസ് ആവുന്നു, സീക്വൻസ് എങ്ങനെ സിനിമയാവുന്നു എന്നുള്ള ഒരു സെൻസ് ഒരു റൈറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് കറക്റ്റായിട്ട് കിട്ടുക. അതുപോലെ തന്നെ ഈ സഫീറിന്റെ ഒപ്പം തന്നെയായിരുന്നു ദുനിയാവിന്റെ ഒരറ്റത്ത് ഉള്ള സിനിമ. ഞങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൂ, സിനിമ ആയിട്ടില്ല. അപ്പൊ ഈ ടോം ഇമ്മട്ടി എന്ന് പറഞ്ഞ ആള്, അത് സംവിധായകൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? അതൊരു യാദൃശ്യമായിട്ട് കണ്ടു. അത് ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ഞാനും സഫീറും കൂടെ, അന്ന് ഞങ്ങൾ 2019 ഇങ്ങനെ തെറ്റിദ്ധരിഞ്ഞ് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ലുലുമാളിൽ ഇന്ന് ലുലുമാളിൽ ഇരിക്കാം ലുലുമാളിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ടോം ഇമ്മട്ടി വിളിക്കുന്നു, നിന്റെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു, ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്, ഗംഭീര അഭിനയമാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് കഥയൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ നടക്കുകയാണ്, കേൾക്കാൻ വലിയ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ പുള്ളി കേൾക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി പറഞ്ഞു. ആ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടു. പുള്ളി അന്ന് മറ്റേ മെക്സിക്കൻ ഭാരത് ചെയ്ത പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് പിന്നീട് വർക്കൗട്ടായില്ല, പല കാരണങ്ങളും കൊണ്ടത് ഈ 19, 20, 21, 22 നിലവിലത്തെ സ്റ്റാറ്റസ് എന്താണ്? നിലവിൽ അതിന് പ്രത്യേകിച്ച് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഒന്നും ഇല്ല. മറ്റേ ഞങ്ങളതിലിപ്പോൾ ഒരു 3-4 സ്ക്രിപ്റ്റ് ഏകദേശം എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകളെ പോലെ തന്നെ കഷ്ടപ്പെട്ട് എഴുതുക, എന്നിട്ട് ആർട്ടിസ്റ്റുകളുടെ പുറകെ നടക്കുക, അതൊക്കെ തന്നെ. അത് ആർട്ടിസ്റ്റുകളുടെ പുറകെ നടക്കുന്നത് തന്നെയാണല്ലേ നമ്മുടെ മലയാള സിനിമ. അതാണ് കുറച്ച് ഈസി ആയിട്ടുള്ള മാർഗം. ഇനി ഒരു പ്രൊഡ്യൂസർ കൺവിൻസ്ഡ് ആയി, അങ്ങനെയും സംഭവിക്കാം. പ്രൊഡ്യൂസർ കൺവിൻസ്ഡ് ആയിട്ട് അദ്ദേഹം ഈ ആർട്ടിസ്റ്റുകളുടെ പുറകെ നടക്കുന്നത് വെച്ചാൽ അവർക്ക് ഒരുപാട് ഫിൽറ്ററിങ് പരിപാടികളുണ്ട്. അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഥ കേൾക്കും. നമ്മളിപ്പോൾ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവർക്കറിയില്ല ഇത് ആരാ വിളിക്കുന്നത്, ഇവർക്ക് എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നൊന്നും അറിയില്ല. ശരിയാണ്. അതുപോലെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു, മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിലൊന്നാണ് ഇവിടെ അധികം സ്റ്റാർഡമുള്ള അല്ല താരമൂല്യമുള്ള താരങ്ങളില്ല. അതുപോലെ തന്നെ ഉള്ളവർ തന്നെ അവർ അന്യഭാഷാ ചിത്രങ്ങൾ കമ്മിറ്റ് ചെയ്യുകയും, അപ്പം അങ്ങനെ പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് സമയത്തിന് ആ ഒരു ഡേറ്റ് കിട്ടുന്നില്ല ഇവരുടെ. അപ്പോൾ അങ്ങനെ സിനിമയിൽ നമ്മുടെ സിനിമകൾ കൂടുതൽ നമ്മുടെ വ്യവസായത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയത്? അതിൻ്റെ വ്യവസായത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതൊരു പോരായ്മയാണ്. കാരണം വ്യവസായത്തെക്കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. ഒരു ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യവസായത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് ക്രിയേറ്റീവ് പരിപാടി മാത്രമാണെന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇപ്പം സ്റ്റാർസ് ഇപ്പോൾ പണ്ട് കാലത്തപ്പോൾ എങ്ങനെയാണ് സിനിമ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് ചോദ്യത്തിന് ഭയങ്കര പ്രസക്തി ഉണ്ടാവും. കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരാളുടെ ഒരു ഒരു രോദനമാണിതെങ്കിൽ നമുക്ക് ഓക്കെ ശരിയാണ് നല്ല രീതിയിൽ ആലോചിക്കാം. പക്ഷെ ഇത് സ്റ്റാർഡം മാത്രം നോക്കിയിട്ട് പടം ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വിഷയം. കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ എനിക്കറിയില്ല, പണ്ട് കാലം തൊട്ടേ കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിലും പരിചിതമായിട്ടുള്ള മുഖങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ തിയേറ്ററിൽ വന്നുകൊണ്ടിരുന്നത്.
പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പം പബ്ലിസിറ്റിക്കൊക്കെ ഒരുപാട് പോസിബിലിറ്റി കൂടുതലാണ് പണ്ടത്തെ കാലം. അപ്പോൾ ഒരു കണ്ടന്റ് ഓറിയന്റഡ് പടം ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പബ്ലിസിറ്റി കൊടുത്തിട്ട് സ്റ്റാർസ് ഉണ്ടാവുന്നതല്ലോ, സ്റ്റാർസിനെ ഉണ്ടാക്കുന്നതല്ലേ. എപ്പോഴും ഒരു ഫോർ ഫാദേഴ്സ് അല്ലെങ്കിൽ ഒരു തലതൊട്ടപ്പന്റെ കെയർ ഓഫിലാണ് സ്റ്റാർസ് വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഈ ഫിൽറ്ററിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പം ഒരു സ്റ്റാറിന്റെ അടുത്ത് കഥ പറയണമെങ്കിൽ അയാൾക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ആൾ വേണം. നമ്മുടെ മലയാളത്തിലുള്ള ഓഡിയൻസ് മൊത്തം ഒരാളെ സ്വീകരിക്കണമെങ്കിൽ അവർക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരാൾ പറയണം. അത് അങ്ങനെയാണ് അതിന്റെ പ്രോസസ്. അതാണ്. അപ്പൊ നമ്മൾ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ സ്റ്റാർസ് പുറത്തു പോയി അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി വലുതാവാണ്. ഇപ്പൊ ഒരു മലയാളം പടം കാണാൻ ഇപ്പോൾ ഒരു ഹിന്ദിക്കാരൻ തയ്യാറാവുന്നതിന്റെ കാരണം എന്താണ് അല്ലേ? ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു നെയിം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കണ്ടെന്ന് വരും. അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ നമ്മുടെ എന്താണ് മഞ്ഞുമൽ ബോയ്സ് ഓൾ ഇന്ത്യയിൽ സെറ്റായപ്പോൾ അപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുന്നു. അത് നല്ല കാര്യമാണ് ശരിക്കും. നമുക്ക് പേഴ്സണലി നോക്കുമ്പോൾ എന്റെ പടം ചെയ്യാനാടില്ല എന്ന് പറയുമെങ്കിലും ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയിൽ കണ്ടന്റ് ഉണ്ട് എന്ന് ആളുകൾ തിരിച്ചറിയുന്നു. അങ്ങനെ ഭയങ്കര പോസിബിലിറ്റി ആണത്. കുറേ സിനിമകളിലുള്ള വേഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ കാനായിലെ മദ്യപാനികൾ, അതുപോലെ തന്നെ അജിനോമോട്ടോ എന്ന 2 ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ചിന്തിച്ചിരുന്നോ അതൊരു ക്ലിക്കാവും, അല്ലെങ്കിൽ അതൊരു അറിയപ്പെടുന്നൊരു സംഭവത്തിലേക്ക് എത്തുമെന്നുള്ളത്? അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഇതൊന്നും അന്നേരം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ ആ ടൈമിൽ ഈ ബിഗിനിങ് ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കോൾ വരുന്നു നമ്മളതെല്ലാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് വന്നിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ 2 ഷോർട്ട് ഫിലിം, അത് 2 അല്ല 3-4 കണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ സർവൈവ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അജിനോമോട്ടോയുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക്. കാരണം ഇയാൾ ഒരു എഡിറ്ററും കൂടെയാണ്, ഈ ഡയറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവനത് എഡിറ്റിംഗ് പേഴ്സ്പെക്റ്റീവിലാണ് കഥ പറയുന്നത് തന്നെ. നമുക്കത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു സാധനമുണ്ട്, അതുകൊണ്ട് ചെയ്യാം, അങ്ങനെ വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ അതും അത്ര ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചല്ല. പിന്നെ കാനായിലെ മദ്യപാനികൾ വേറൊരു രീതിയിൽ വർക്കായ സാധനമാണ്. അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു എന്താണ് ഒരു സർക്കാസ്റ്റിക് നേച്ചറൊക്കെ വേറെ രീതിയിൽ വർക്കായതാണ്. അപ്പോൾ അതും ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കഥ കേൾക്കുമ്പോൾ ഇതിങ്ങനെ വർക്കാവും എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു സിനിമ ഫ്ലോപ്പ് ആവില്ലായിരുന്നു. പാടാണത്, കഥ കേട്ട് കഴിയുമ്പോൾ ഒരു സാധനം വർക്കാവില്ലേ എന്ന് അറിയാൻ പാടാണ്. ഈ അജിനോമോട്ടോയിലെ കഥാപാത്രം അത് ജാനേമനിൽ അതിനോട് സാദൃശ്യമുള്ള ഒരു കഥാപാത്രം. പിന്നെ തേടി വന്ന വേഷങ്ങളിൽ ഇത് ആവർത്തിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അതുപോലെയുള്ള വേഷങ്ങൾക്കായിരിക്കും ആൾക്കാർ വിളിക്കുക. ഇതുപോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് പെടാതെ എങ്ങനെയാണ് അതിൽ മറികടന്ന് എങ്ങനെയാണ് അതിന്? ശരിക്കും നമുക്ക് എന്താ പറയുന്ന ഒരു പ്രകൃതിയുടെ അനുഗ്രഹം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്ത് അവർക്ക് ഇപ്പം എന്താണ് ജനമൈത്രിയിൽ ആ കള്ളന്റെ വേഷം അതിൽ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കള്ളനാണ്. അതുപോലെ തന്നെ ജല്ലിക്കെട്ടിൽ ഭയങ്കര കുറച്ച് വയലന്റ് ആയിട്ടുള്ള, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നാത്ത ഒരു സാധനമാണ്. പിന്നെ ജാനമനകത്ത് വന്ന് അത് അവര് ചിദംബരം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു, അജിനോമോട്ടോയ്ക്കകത്ത് നീ അഴിഞ്ഞാടിയ പോലെ അഴിഞ്ഞാടാവുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് അത് പിടിച്ചു, അങ്ങനെയാണ് പറയുന്നത്. അപ്പം പിന്നെ അത് കഥ അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ എന്തോ ഒരു അനുഗ്രഹം, കാരണം ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ കിട്ടി എന്നുള്ളത്. ഇതിനോട് ചേർത്ത് വായിക്കുവാണെങ്കിൽ ഇപ്പോൾ അങ്കമാലി ഡയറീസിലെ കഥാപാത്രം അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ജാനമനിലെ കഥാപാത്രം. പിന്നെ വരുന്നത് ഉള്ള സിനിമകളിലെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരസ്പരം അത്ര ഇതില്ലാത്ത കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഉള്ളൊഴുക്കിലുള്ള കഥാപാത്രം. അപ്പം ഇത് മനഃപൂർവ്വം ഇങ്ങനെ ബോധപൂർവം നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണോ, അതോ അതങ്ങനെ സ്വാഭാവികമായിട്ട് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ? ഒഴുക്കിനനുസരിച്ച് നമുക്ക് അങ്ങനെ ബോധപൂർവ്വം സെലക്ട് ചെയ്യാം അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ആയിട്ടില്ല. ബോധപൂർവ്വം നമുക്കൊന്ന് ഇത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യണ്ട അങ്ങനെ പറയാറായിട്ടില്ല. അങ്ങനെ പറയാനാകുന്നതാണ് ഈ പറഞ്ഞ സ്റ്റാർഡും മാർക്കറ്റും ഒക്കെ. അത് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ലോങ് ജേർണിയാണെന്ന് തോന്നുന്നു. ഈ ഉള്ളൊഴുക്കാണെങ്കിലും ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇത് എന്തൊരു ഡാർക്ക്, ഇതെങ്ങനെ അഭിനയിക്കും എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഹെക്റ്റിക്കാണ് അഭിനയം. അതിനകത്ത് അഭിനയം ഭയങ്കര ഹെക്റ്റിക്കാണെന്ന് എനിക്ക് അപ്പം തന്നെ തോന്നിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അത് ഒരു വർഷത്തിനൊക്കെ ശേഷമാണ് പിന്നെ ഉള്ളൊഴുക്ക് വരുന്നത്. ആദ്യം വിളിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും എല്ലാം കൂടെ ഇതായിട്ട് കണക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ആ ഉള്ളൊഴുക്കിൻ്റെ പിന്നീട് ഷൂട്ടിൻ്റെ ആ ടൈമിലേക്ക് വന്നപ്പോഴത്തേക്കും വീണ്ടും ഞാൻ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയി. ഏതെങ്കിലും ഒരു പടം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു ടൈമിലാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെ അത് എന്തായാലും ചെയ്യാം എന്നുള്ളൊരു സാധനത്തിലേക്ക് പോയി. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അഭിനയത്തിൽ എനിക്ക് തോന്നുന്നത് അത്ര ഹെക്റ്റിക്കായിട്ട് ഞാൻ പിന്നെ ചെയ്ത ഇറച്ചി എന്ന് പറഞ്ഞൊരു പടമാണ്. അങ്ങനെ 2 പടങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഞാൻ ചെയ്തതിൽ ഭയങ്കര
ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകളുള്ളത്. ക്രിസ്റ്റോ ടോമി എന്ന് പറയുന്ന സംവിധായകൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. അയ്യോ ഭയങ്കര പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു സംവിധായകന്റെ കൂടെ അഭിനയിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു സംവിധായകന്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് പുറമെ ഭയങ്കര ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. കാരണം നമ്മൾ ചെയ്യുന്നത് പോരാ, അത് ഒരു മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഒന്നുകൂടെ ചെയ്തെങ്കിലും. അപ്പൊ നമുക്ക് പുള്ളിയെടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് ഒന്നുകൂടെ വേറൊരു സാധനം നോക്കിയെങ്കിലും അത് ഒക്കെ നോക്കാം. അങ്ങനെ ഇത് ചെയ്ത് പുള്ളിക്ക് വേണ്ട സാധനം പുള്ളി അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭയങ്കര ക്യാരക്ടറൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ മാനറിസംസ് ഒക്കെ പഠിച്ചിട്ട് വന്നവരാണെങ്കിൽ പെടും. കാരണം നമ്മൾ തുടക്കം തൊട്ട് ഒരു മീറ്റർ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ചങ്ങ് ചെല്ലുമ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ആ മീറ്റർ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്യാം. അവരുടെ പെർസ്പെക്റ്റീവിൽ വേറെ സംഭവമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാകുമ്പം ഈ പറയുന്ന പോലെ റീടേക്കുകൾ വേണ്ടിവരും. അത് വിഷയമാവും. വിഷയമാവെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്കത് കൺഫ്യൂഷനാവും. അല്ല പിന്നെ അതുപോലെ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇന്നതിനൊക്കെയാണെന്നുള്ള ഒരു സാധനത്തിലേക്ക് എത്തുമ്പോൾ ഓക്കെ അങ്ങനെ കുറേ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഈ ഉള്ളൊഴുക്കിന്റെ തിരക്കഥയ്ക്ക് ലാപ്പത്ത ലേഡീസിന്റെ തിരക്കഥയെക്കാളും മുന്നിലെത്തിയ ഒരു തിരക്കഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു തിരക്കഥാകൃത്തം എന്നുള്ള നിലയ്ക്ക് ആ ഒരു രീതിയിലുള്ള ഒരു ഇതുണ്ടായി കാണുമല്ലോ, സമീപന സിനിമയോട് ഉണ്ടായി കാണുമല്ലോ. എനിക്കോ അല്ലേ, ഞാൻ ഈ സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന പരിപാടിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴോ ഒന്നും ഇതിനിങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടോ, ഇതിങ്ങനെ ഒരു കോമ്പറ്റീഷന് പോയിട്ടുണ്ടോ എനിക്കറിയത്തില്ലായിരുന്നു. അവരന്നേരം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി, അതിനകത്ത് നമ്മളാണ് ഫസ്റ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ അടിയാൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, അത് കരിയറിൻ്റെ ആദ്യത്തിൽ ചെയ്തൊരു പടമാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എടാ നമുക്ക് കുറച്ച് കോമ്പറ്റീഷനൊക്കെ അയച്ചിട്ട് അവാർഡ് അടിക്കാന്ന് പറഞ്ഞു. ഞാൻ എന്ത് കോമ്പറ്റീഷൻ? ഇല്ല നമ്മുടെ പിള്ളേർ തന്നെ കോമ്പറ്റീഷനൊക്കെ അറേഞ്ച് ചെയ്യും. അല്ല തമാശക്ക് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ നോർത്തിലാണ് കോമ്പറ്റീഷൻ എങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ലാപ്പട്ട ലേഡീസ് റിലീസ് ചെയ്ത് ആ പടം ഇത്ര ഗംഭീരമാണ്, അതിലും നല്ല സ്ക്രിപ്റ്റാണ് നമ്മളെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നി, അപ്പോഴാണ് ശരിക്കും എനിക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ രണ്ട് ജോണറാണ് കേട്ടോ, ലാപ്പട്ട ലേഡീസ് വേറെ, നമ്മുടെ പടം വേറെ. പക്ഷേ ഇപ്പൊ തിരക്കഥയിൽ എന്തായാലും ലാപ്പട്ട ലേഡീസിനെ നമ്മൾ ജയിച്ചു. അതെ ജയിച്ചു. സിനിമയായി കഴിയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് മൂഡാണ്. ഈ നമ്മുടെ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാനുഷിക വികാരങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ നമ്മൾ പുറമേ എന്ത് കാണിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പുറമേ നമ്മൾ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ വേറെ കുറേ ഉള്ളൊഴുക്കുകൾ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. അതാണ് പേര് തന്നെ. അപ്പോൾ അത്രയ്ക്ക് കീനായിട്ടുള്ള ഒരു എന്താണ് ക്യാരക്ടർ അപ്രോച്ചാണ് നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഉർവശി അമ്മയും പാർവതിയൊക്കെ വന്ന് നിൽക്കുമ്പം ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾ അതെ, കാരണം സ്ത്രീ കഥാപാത്രങ്ങളുടെ വികാരം അവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഇമോഷണൽ കോംപ്ലിക്കേഷൻ എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം എന്ന സിനിമ, അതിലെ സുമേഷ്, പിന്നെ ജാനമനിലെ ചാക്കോ, ഇവർ രണ്ടുപേരും വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ മനോവ്യാപാരങ്ങളിൽ കൂടിയൊക്കെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്രയും അതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, അതായത് ഇത്തരം ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് തോന്നുന്നത് ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതിലല്ല, ഞാൻ പറഞ്ഞാൽ ഇപ്പം സുമേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം കുറച്ചുകൂടെയൊക്കെ ഒരു എന്താണ് ചാക്കോയെ പോലെയല്ല, കുറച്ചുകൂടെ ഒരു സിവിലൈസ്ഡ് ആണ്. ചാക്കോ എന്ന് പറഞ്ഞാൽ ഒട്ടും സിവിലൈസ്ഡ് അല്ല. എനിക്ക് തോന്നുന്നു അയാൾ ഈ റബ്ബർ തോട്ടം അല്ലാതെ അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടിട്ട് പോലുമില്ല. അയാൾക്ക് അയാളുടെ കൂട്ടുകാരൻ എന്നുള്ളത് വലുതായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അയാളുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് ന്യായമാണ്. അപ്പോൾ ആ ന്യായമാണ് ഞാൻ എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സുമേഷിനെ സംബന്ധിച്ചിടത്തോളം സുമേഷ് ചെയ്യുന്ന ന്യായമാണ്. പക്ഷേ സുമേഷിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാധാരണ ഒരു മാസ് ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ. അപ്പം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സാധനം തന്നെയാണ് സുമേഷ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളും സ്വാഭാവികമായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ചാക്കോ എന്ന് പറയുന്ന ആൾക്ക് ഈ സുമേഷ് എന്ന് പറയുന്ന ആളുടെ ചിന്താഗതി എന്താണെന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്ക് ഡിഫറൻസ് ആണ്. അപ്പം
ലുക്കിലും ആ ഡിഫറൻസ് വന്നതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് കൺവിൻസിങ് ആയി എന്നുള്ളതാണ്. സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ കഥാപാത്രം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബേസ് ചെയ്തിട്ട് ആ കഥാപാത്രത്തെ ഡെവലപ്പ് ചെയ്യുമായിരിക്കാം നമ്മുടെ മൈൻഡിൽ. അല്ലെങ്കിൽ നമ്മൾ അവർ തരുന്ന വേഷമൊക്കെ വ്യത്യസ്തമായി കഴിയുമ്പം അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാം. മോഹൻലാൽ പറയുന്ന പോലെ ഡിഫിക്കൽട്ടാണ് അഭിനയിക്കാന്ന് വെച്ചാൽ. അതുപോലെ തന്നെ വളരെ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകൾ, ഒത്തിരി താരങ്ങളൊന്നും അതിനകത്തില്ല, താരനിരകളൊന്നുമില്ല. പക്ഷേ എങ്കിലും ഈ സിനിമകൾക്ക് നല്ല കഥയുണ്ടായിരിക്കും. പക്ഷെ അത് തിയേറ്ററിൽ പരാജയപ്പെടുന്നു, സാമ്പത്തികമായിട്ട് പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് താരമൂല്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം താരങ്ങളെ ബേസ് ചെയ്തിട്ട് സിനിമകൾ അങ്ങനെ ഓടുന്ന സിനിമകളില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമ്മൾ സിനിമ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിസിറ്റി. ഇപ്പോൾ സിനിമ ഇപ്പം നമ്മളൊരു 1.5 കോടി രൂപയ്ക്ക് നമ്മൾ സിനിമ എടുത്തെന്ന് വെച്ചോ, അതിൻ്റെ പബ്ലിസിറ്റിക്ക് ഒരു 50-60 ലക്ഷം രൂപ നമ്മൾ മുടക്കണം. അപ്പോൾ ഈ ആദ്യമായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നത്. കണ്ടന്റാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പം വയസ്സെത്രയെന്ന് പറഞ്ഞ് പടം വന്നപ്പം ഞാൻ ആദ്യമേ തന്നെ പുള്ളിയോട് പറഞ്ഞു, നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ പടം റിലീസ് ചെയ്തിട്ട് തിയേറ്ററിൽ പടം ഓടിക്കാൻ പറ്റില്ല. അതൊരു സത്യമാണ്. അത് എന്നെ വെച്ചെന്നല്ല, ഒരു മിനിമം ഈ പറയുന്ന പോലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ പ്രോഫിറ്റ് പടം കിട്ടും, പൈസ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സേഫ് ആവാം. അല്ലാതെ തിയേറ്ററിൽ പടം ഇറക്കി ഹിറ്റാക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ഗെയിമാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അമ്മാതിരി സ്ട്രോങ് ആയിരിക്കണം. അതിന് നമ്മൾ ഈ പറയുന്ന പോലെ ചില സമയങ്ങളിൽ നമ്മൾ പടം പിടിച്ച പൈസ തന്നെ മാർക്കറ്റിങ്ങിന് ഇട്ടാലൊക്കെയാണ് ഏതെങ്കിലുമൊക്കെ ആളുകൾ അറിയുക ഇങ്ങനെ പടം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ ആളുകൾ കണ്ടിട്ട് അഭിപ്രായം പറയും. ആളുകൾ കാണണമെങ്കിൽ ആദ്യം അവരതിനെക്കുറിച്ച് അറിയണം. നമ്മൾ വിചാരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എളുപ്പമാണ്, പക്ഷെ എന്തെല്ലാം കണ്ടന്റുകളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോലെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ കണ്ടന്റ് മുമ്പിലെത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സിനിമ എപ്പോഴും ഒരു എക്സ്പെൻസീവ് ബിസിനസ്സാണ്. അതുപോലെ തന്നെ ഒരു മലയാളത്തിലെ കുറച്ച് സംവിധായകരിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു വളരെ കുറച്ച് പേരിൽ മാത്രമാണ് അവർ ഇന്ന ജോണറിലുള്ള പടമാണ്, ഇന്ന ആൾക്കാർക്ക് ഇന്ന വിഭാഗത്തിന് വേണ്ടിയുള്ള സിനിമയാണിത്, മറ്റൊരാളും കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങളുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അത് സിനിമയ്ക്ക് ദോഷകരമായിട്ട് ബാധിക്കില്ല ശരിക്കും? ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പം നമ്മുടെ സിനിമയെക്കുറിച്ച് 10 പേര് അറിയാമെന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊരു സിനിമ ചെയ്തപ്പോൾ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണം മനസ്സിലാവും. അതിലൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പം പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞു നമുക്ക് ആ ഇഷ്യൂ റിസോൾവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല അത് റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കൊരു പബ്ലിസിറ്റി ആയിട്ട് ഉപയോഗിക്കാം, ആസനത്തിൽ ആല് മുളച്ച തണലാക്കുക എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയും സിനിമ ഏതെങ്കിലും രീതിയിൽ ഇതൊന്ന് 10 പേര് അറിഞ്ഞിരുന്നെങ്കിൽ അത്രയ്ക്ക് ഡിസപ്പോയിൻറ്റഡ് ആകും നമ്മൾ. ഈ പടം തീർന്നിട്ട് പടത്തെക്കുറിച്ച് ആൾക്കാർ അറിയുന്നില്ല എന്നറിയുമ്പോൾ. നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി, ഇനി പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി എന്നാണ് പബ്ലിസിറ്റി പറയുന്നത്. പക്ഷെ എന്ന് പറയുമ്പോഴും അത് സിനിമയെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവിന് കാരണമാകും എന്ന് വിചാരിക്കാൻ അവർ ചിലപ്പോൾ വില്ലിങ് ആയിരിക്കില്ല. അല്ലെങ്കിൽ അത് പബ്ലിസിറ്റി തന്നെ ആയിരിക്കാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. ഇപ്പം ഈ പറയുന്ന പോലെ ഈ കലാകാരന്മാരുടെ പേരിലെന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രെയിഞ്ചാണ്. അവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം ചെറിയ ഒരു ഇമോഷൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ ഒരു ഭയങ്കര ഭീകരമായ സ്റ്റെപ്പുകൾ എടുത്തുനിന്ന് വരാം. അപ്പോൾ അതാണ് വൈഫിനോട് ഞാൻ പറയാറില്ല, വികാരം കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പാടാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊഴുക്ക് തിയേറ്ററുകളിലേക്ക് വരികയാണ്. അപ്പം അതിലെ കഥാപാത്രത്തെക്കുറിച്ചൊന്ന് പറയാമോ? തോമസ് ഊട്ടി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഇയാള് ഇപ്പം അതിനകത്ത് ഡയലോഗ് പറയുന്ന പോലെ തന്നെ എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, എൻ്റെ കുടുംബക്കലറയിൽ ഞാൻ എൻ്റെ കൊച്ചിനെ അടക്കമുള്ളൂ എന്ന് ഒരു ദിവസം പറയുന്ന ആ സാധനമാണ് ബേസിക്കലി. അതായത് ആ സമയത്ത് തന്നെ കറക്റ്റ് ഫ്ലഡ് വരുന്നു, ഈ ഡെഡ് ബോഡി ഇവർക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ തുടക്കത്തിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഇമോഷൻ എന്ന് പറയുന്നത്, അതിങ്ങനെ പതിയെ ഇല്ലാതായിട്ട് അല്ല, ഇതാണ് ബേസിക്കലി അടക്കാൻ പറ്റാതെ വരുന്നതാണ് ഒരു ബേസിക് ത്രെഡ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഇൻസിഡന്റുകൾ വളരുന്നതാണ് സിനിമ. കഥാപാത്രം ഈ പറയുന്ന പോലെ പാർവതി വിവാഹം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട്, അതെനിക്ക് പറയാൻ പറ്റില്ല.
അത്രേ ഉള്ളൂ. അയാൾ മരിച്ചു. അത് പറയണ്ട, അത് പറയണ്ട. മരിച്ചു. 12 തൊട്ടപ്പൻ ഈ സിനിമകളിലൊക്കെ വിനായകനൊപ്പം അതെ അതെ. അഭിനയിച്ച ഒരാളാണ്. വിനായകൻ നടൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും എങ്ങനെയുള്ള ഒരാളാണ്? വിനായകൻ നടനെന്ന നിലയിൽ ഞാൻ ഭയങ്കര ആരാധിക്കുന്ന ഒരാളാണ്. വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അറിയത്തില്ല. ഈ പറയുന്ന പോലെ സെറ്റി വന്നുള്ള പരിചയമേ എനിക്കുള്ളൂ. പക്ഷെ നടനെന്ന നിലയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു വൈബ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് വിനായകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴാണ്. അപ്പോൾ ഞാനത് ആ ഒരു കമൻറ്റിൽ ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് മറ്റേ നമ്മുടെ രഘുവരൻ സാറിനേക്കാളും ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ ഡിഫറൻസ് ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് വിനായകനാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എന്നെ എടുത്തിട്ട് പൊങ്കാലടിച്ചായിരുന്നു. രണ്ട് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. സ്റ്റിൽ വിനായകൻ കുറച്ചുകൂടി ഒരു വൈകാരികമായ തലങ്ങളിൽ വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാളാണ്. നമുക്ക് ആ അൺപ്രഡിക്റ്റബിലിറ്റി നമുക്ക് ഭയങ്കര ഗുണമാണ് അഭിനയിക്കുമ്പോൾ. വ്യക്തിത്വം വെച്ച് നോക്കിയാൽ പുള്ളി ഉറച്ച നിലപാടുകളുള്ള ഒരു മനുഷ്യനാണ്. അതാണ്, സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളുള്ളവർ എപ്പോഴും ഭയങ്കര കുറച്ചൊരു മുള്ളു പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഏതൊക്കെയാണ് അടുത്ത സിനിമകൾ? ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇറച്ചി എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഉള്ളൊഴുക്ക്, പിന്നെ ഇപ്പം റൈഫിൾ ക്ലബ്ബ് ആഷിഖ് കപൂർ സാറിൻ്റെ ഒരു പടം, അത് ഭയങ്കര ഭയങ്കര അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ലവ്ലിയിൽ നല്ലൊരു ക്യാരക്ടറാണ്. ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. എന്തായാലും ഉള്ളൊഴുക്ക് തിയേറ്ററുകളിൽ എത്തുകയാണ്, 21-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.